അപ്പം നമ്മുടെ പാർട്ട് തേയില് വേറൊന്നുമല്ല, നമ്മുടെ ഇങ്ങനെ ഫോൺ റൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റൂട്ട് ചെയ്താൽ നമുക്ക് വൈഫൈ ഹാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്വേഡും പിന്നെ നമ്മൾ കാളി നെറ്റ് സെൻറ്റർ അതേപോലെ ടൂൾസ് യൂസ് ചെയ്യുക. നമ്മുടെ റൂട്ട് പെർമിഷൻസ് മിക്ക ആപ്സിനും വേണ്ടതാണ്. അപ്പം നമുക്ക് റൂട്ട് ചെയ്ത് എങ്ങനെയാണ്, അപ്പം നമുക്ക് സൂപ്പർ എസ് വെച്ച് റൂട്ട് ചെയ്യാം, മജസ്റ്റിക് വെച്ച് റൂട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പം മജസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മൊഡ്യൂള് ഇത് ചെയ്യണമെങ്കിലൊക്കെ മജസ്റ്റിക്കാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ മജസ്റ്റിക്കാണ് പ്രിഫർ ചെയ്യുന്നത്. സൂപ്പർ എസ് വെച്ച് റൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതാണ് കുറച്ചും കൂടെ കോമ്പാക്റ്റബിളായിട്ട് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുക അത് നിങ്ങൾ വെച്ച് റൂട്ട് ചെയ്യുക. അപ്പം നേരെ വീട്ടിലോട്ട് കിടക്കാം. പിന്നെ നമുക്ക് റൂട്ട് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മജസ്റ്റിക് വെച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ എസ് വെച്ച് റൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കസ്റ്റം റോമിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കി എന്തെങ്കിലും ബഗ്ഗും കാര്യങ്ങളും ഉണ്ടോയെന്ന്. ചില കസ്റ്റം റോംസിൽ നിങ്ങൾക്ക് റൂട്ട് ചെയ്യാൻ സാധിക്കില്ല, ചില കസ്റ്റം റോമിൽ മജസ്റ്റിക് വെച്ച് റൂട്ട് ചെയ്യാൻ സാധിക്കില്ല, സൂപ്പർ എസ് വെച്ച് റൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം രണ്ടിലും ഒരേ ഇതിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മജസ്റ്റിക് വെച്ചാണ് റൂട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള വെർഷൻ മജസ്റ്റിക് ആണെന്ന് തോന്നുന്നു. സൂപ്പർ എസ് മോശമല്ല, സൂപ്പർ എസ് ഗുഡിലാണ്. പക്ഷേ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മജസ്റ്റിക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ പി സി ആണ് എടുത്തിട്ടുള്ളത്, ഡൗൺലോഡ് ചെയ്യാൻ പി സി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഫോൺസിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് അത് നമ്മുടെ മെമ്മറി കാർഡിലോട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ അസ്ട്രോളജി കിടന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ആദ്യം തന്നെ നിങ്ങൾ മജസ്റ്റിക്കിനകത്ത് ഡൗൺലോഡ് ഒഫീഷ്യൽ വെബ്സൈറ്റിന് ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് സ്ക്രോൾ ചെയ്തതിനു ശേഷം ഡൗൺലോഡ് ബട്ടൺ ചെയ്ത് മജസ്റ്റിക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ TWRP പോകേണ്ടി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിലോട്ട് എങ്ങനെയാണ് TWRP ഓപ്പൺ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ഫോണിലും ഓരോ ഡിപ്പെൻസ് ആണ്. എൻ്റെ ഫോണിൽ വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ, മിഡിൽ ബട്ടൺ കൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പോകാം. ഓണായി വരുന്നുണ്ട്, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. TWRP എൻ്റെ ഫോണിൽ ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ ഈ മജസ്റ്റിക് ഓപ്പൺ ചെയ്യില്ല. അപ്പോൾ ഞാൻ പി സിയിലുള്ള കാണിച്ചു തരാം. മജസ്റ്റിക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആപ്പിനെ ജസ്റ്റ് ഒന്ന് ചിപ്പ് ഫയലോട്ട് ആക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ ഫോണിൽ ഇതാവില്ല. അപ്പം നിങ്ങൾ ആദ്യം ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഫയൽ ഞാനിപ്പോൾ പി സിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോണിലും ജസ്റ്റ് റീനെയിം കൊടുത്താലും മതി. അപ്പോൾ ഞാൻ പി സിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പി സി ചെയ്യാം, അല്ലെങ്കിൽ പി സി ഉള്ളൊരു പി സി അല്ലെങ്കിൽ നമുക്ക് ഫോണിലെ ഫയൽ മാനേജർ യൂസ് ചെയ്യാം. അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാത്തതിനുള്ള കാരണം തന്നെ, ഈ ഫോൺ റീസെറ്റ് ചെയ്തൊന്നും കാണിക്കാത്തുള്ള കാരണം തന്നെ, ഓരോ ഫോണിലും ഓരോ ഡിപ്പെൻസ് ആണ്, ഓരോ ഫോണിലും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കാണിക്കാത്തത്. കാരണം ഇത് ഓൾഡ് വെർഷൻ ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിങ്ങനെ ഈ ഫോൺസ് ആരും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇതിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആപ്സ് തന്നെ കുറവാണ്. യൂട്യൂബ് പോലും ബാൻ ചെയ്തൊക്കെ എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്തിട്ടൊരു ഫോൺ ഡിവൈസാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ TWRP ആണെങ്കിൽ ജസ്റ്റ് TWRP നിങ്ങളുടെ ഫോൺ അടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഓൾറെഡി വീഡിയോസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ ചിപ്പ് ഫയലോട്ട് കംപ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിത് ചിപ്പ് ഫയലോട്ടൊന്ന് കംപ്രസ് ചെയ്യാണ്. ഈ ചിപ്പ് ഫയലോട്ട് കംപ്രസ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ചിപ്പ് ഫയൽ ആക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം, സ്ക്രീൻ ലെവലിലാക്കട്ടെ. ചിപ്പ് ഫയലോട്ട് കംപ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിപ്പ് ഫയലോട്ട് കംപ്രസ് ചെയ്ത ഫയൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിവൈസിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റർണൽ സ്റ്റോറേജോ അത് ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പിയതിന് ശേഷം ഞാൻ ഇപ്പോൾ TWRP കുറച്ചൊന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കാണിച്ചത് ഇൻസ്റ്റാൾ എന്ന് ബട്ടൺ കേട്ടോ, ഇൻസ്റ്റാൾ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് സ്റ്റോറേജ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ മജസ്റ്റിക് എവിടെയാണ് ചിപ്പ് ഫയലാക്കി ഇട്ടേക്കുന്നത് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ SD കാർഡിലാണ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ DCMലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ മജസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആപ്പ് എവിടെ കൊടുത്തേക്കുന്നത് വെച്ചാൽ ഇവിടെ ക്യാമറയിലാണ്. ഇവിടെ ആപ്പ് റിലീസ് ചിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് ഞാൻ മജസ്റ്റിക്കാണ്. അപ്പോൾ അവിടെ ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്വൈപ്പ് എന്നുണ്ടോ, ഈ സ്വൈപ്പ് ഓപ്ഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്വൈപ്പ് ഞാനിങ്ങനെ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ ബാക്കിലോട്ട് വരും. ജസ്റ്റ് ബാക്ക് അടിച്ചതിന് ശേഷം റീബൂട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീബൂട്ടിന് ബട്ടൺ കണ്ടോ, റീബൂട്ടിൽ ക്ലിക്ക് ചെയ്യുക. റീബൂട്ടിൽ ക്ലിക്ക് ചെയ്താൽ സിസ്റ്റം ഒന്ന് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഫോണ് റീബൂട്ട് ആയിട്ടുണ്ട്, മജസ്റ്റിക് അവിടെ ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഡൗൺലോഡ് ചെയ്ത ആപ്പില്ലേ, നമ്മുടെ ഫോണിൽ ജസ്റ്റ് കോപ്പി ചെയ്യാം. അപ്പം USB വെച്ച് കോപ്പി ചെയ്യണം. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യും, ഫോണിലെ ബ്രൗസർ ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് ഞാൻ ഇപ്പം ഫോണൊന്ന് ഓപ്പൺ ആയി വരട്ടെ, കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഫോൺ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന മജസ്റ്റിക്കിൻ്റെ ആപ്പ് ഇതാണ്. അപ്പോൾ ആപ്പ് റിലീസ് എന്ന് പറയുന്നത് നമുക്ക് ഡൗൺലോഡ് ആകുമ്പോൾ കിട്ടുന്നത്
ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. മജസ്റ്റിക്ക് ഈ ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഇൻസ്റ്റാൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മജസ്റ്റിക് ആപ്പ് നമ്മുടെ ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം വരുന്നത് ഇവിടെ റീബൂട്ട് സിസ്റ്റം നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നോക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇവിടെ പ്രിവെൻഷൻ AVD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ റെക്കമെൻഡഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഡെസ്കോ കൊടുക്കുക. ഡെസ്കോ കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഫ്ലാഷ് ആവുന്നതായിരിക്കും. എന്നിട്ട് ഇവിടെ റീബൂട്ട് എന്നൊരു ബട്ടൺ വരും. ഇവിടെ റീബൂട്ട് എന്നൊരു ബട്ടൺ വരും. ഇവിടെ റീബൂട്ട് എന്നൊരു ബട്ടൺ വരും. അവിടെ ഈ റീബൂട്ട് എന്നൊരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണ് ഓഫ് ആവുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. റീബൂട്ട് ആവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആയി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഔട്ടായി വന്നിട്ടുണ്ട്. അപ്പം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മജസ്റ്റിക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു മെനു വരും. ഇവിടെ സൂപ്പർ യൂസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. സൂപ്പർ യൂസർ, ഈ സൂപ്പർ യൂസർ എന്ന ബട്ടൺ ഇവിടെ എനേബിൾ ആയി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കുറേ സൂപ്പർ യൂസർ പെർമിഷൻ നെറ്റ് തണ്ടറും കാളിയുടെ നെറ്റ് തണ്ടറും ക്ലിക്കർ ജാക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ യൂസർ ബട്ടൺ വരുവാൻ നിങ്ങളുടെ ഫോൺ റൂട്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് റൂട്ട് ചെക്കർ എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി ഫോൺ റൂട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇതിനകത്തൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഫോൺ റൂട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ വെരിഫൈ ചെയ്യുന്ന റൂട്ടിങ് സ്റ്റാറ്റസ്. ഇപ്പോൾ റൂട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ പച്ച കത്തി നിങ്ങളുടെ ഫോൺ റൂട്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ റൂട്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഫോൺ റൂട്ട് ചെയ്യുന്നത്. റൂട്ട് ചെയ്യാനുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൈഫൈ ഹാക്ക് ചെയ്യുമ്പം പാസ്വേഡ് ഷോ ആക്കി കാളിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യും പറ്റും. അപ്പം അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാളിൻസ് ഇൻസ്റ്റാൾ ചെയ്യണോ അതോ വൈഫൈ ഹാക്ക് ചെയ്യുന്ന വീഡിയോ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് മാക്സിമം നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് അടുത്ത വീഡിയോ ഇത് ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങളുടെ ഹാക്കേഴ്സ് ഡിവൈസ് ആയി മാറിയിട്ടുണ്ട്. കാരണം ഇതൊരു കസ്റ്റമൈസ്ഡ് ഫോണായി മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ബൂട്ട് ആനിമേഷൻ ഇങ്ങനെ മാറ്റാന്നുള്ളതും ജസ്റ്റ് ഇതിൻ്റെ ബൂട്ട് ലോഗോ അങ്ങനെ മാറ്റാനുള്ള വീഡിയോ ആണ്. അപ്പം അതൊക്കെ ഇത് രണ്ടും ഫോണിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് കാളി നെറ്റ് ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഫുള്ള് ഹാക്കേഴ്സ് ഡിവൈസ് ആയിട്ട് മാറും. അപ്പം നിങ്ങൾക്ക് നെറ്റ് തണ്ടർ യൂസ് ചെയ്ത് ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഫൈ ഹാക്ക് ചെയ്യണമെങ്കിൽ നെറ്റ് തണ്ടർ യൂസ് ചെയ്യാം. പക്ഷേ അതിന് അഡാപ്റ്റർ വേണം. ഒരു 300 rupees ആവും അഡാപ്റ്റർ. അപ്പോൾ ഈ അഡാപ്റ്ററിൽ ഇത് ചാർജ് ഇമ്പോർട്ടാണ്. അപ്പോൾ അഡാപ്റ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വൈഫൈ കാളി നെറ്റ് തണ്ടർ യൂസ് ചെയ്ത് തന്നെ വൈഫൈ ഹാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണിച്ചു തരാം. പിന്നെ കെസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോണിൽ നമ്മുടെ PC ഇൻസ്റ്റാൾ ചെയ്ത നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. PC ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കാളിനെക്സ് സോഫ്റ്റ്വെയർ നമുക്ക് കെസ് യൂസ് ചെയ്ത് ഫോണിൽ ആക്സസ് നേടാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഓൾറെഡി വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് കാളിനെക്സ് റൂട്ട് ചെയ്യാനുള്ള വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.